എൻ്റെ പേര് ശരണം. ഞങ്ങൾ മാനസ ഞങ്ങൾ ഉണ്ടാക്കിയത് കേരളത്തിലും സർപ്ലസ് ഫുഡ് അതേ പരിഹരിച്ചാണ് ഞങ്ങൾ ഐഡിയ ഇതിലുള്ളതിനെ പണികൾ കാണിച്ചത്. ഈ സർപ്ലസ് ഫുഡിന്റെ വേസ്റ്റ് മാൻ എന്ന് പറയുന്നത് ഞങ്ങൾ ആദ്യം സർപ്ലസ് ഫുഡ് കുറേ സ്ഥലങ്ങളിൽ വേസ്റ്റ് ആയി പോകുന്നു. നല്ല സർപ്ലസ് ഫുഡ് ആണെങ്കിലും അത് വേസ്റ്റ് ആയി തുടങ്ങുന്നുണ്ട്. ഇതെല്ലാം പരിഹരിക്കുകയാണ് ഞങ്ങൾ അറിയിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞ വെബ്സൈറ്റ് ഉണ്ടാക്കിയത്. ഈ വെബ്സൈറ്റ് കണക്റ്റീവ് വെബ്സൈറ്റ് ആണ്. ഒരു ഇ-കൊമേഴ്സ് വെബ്സൈറ്റ് ആണെങ്കിലും അതിൽ ഫുഡ് നമുക്ക് വാങ്ങാൻ പറ്റില്ല. നമുക്ക് ഫുഡ് ഇതിൽ ഡൊണേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ നമുക്ക് ഓതറൈസ്ഡ് ആൾക്കാർക്ക് അല്ലാണ്ട് ഇത് മറ്റുള്ള വ്യക്തികൾക്ക് കൊടുക്കാൻ പറ്റില്ല. നമുക്ക് അതിന് സെന്റർ ഉണ്ട് സെല് ചെയ്യാനായിട്ട്. നമ്മൾ ഫുഡ് അവരുടെ പിക്ക് ചെയ്തിട്ട് നമ്മൾ വേണ്ട ആൾക്കാർക്ക്, പാവപ്പെട്ടവർക്ക്, വഴിയോരങ്ങളിൽ നിൽക്കുന്നവർക്ക്, അനാഥാലയങ്ങൾക്ക് നമ്മൾ ഈ ഫുഡ് ഡൊണേറ്റ് ചെയ്യും. ഇതൊരു കണക്റ്റീവ് വെബ്സൈറ്റ് ആണ് അറിയിച്ചതെന്ന് പറയുന്നത്. ആ വെബ്സൈറ്റ് ആർക്ക് നമുക്ക് കാണുന്ന ആർക്ക് വേണമെങ്കിലും നമുക്ക് ഗൂഗിളിൽ ജസ്റ്റ് സ്മോൾ ലെറ്ററിൽ കണീഷിലേക്ക് നടത്തി ടൈപ്പ് ചെയ്യാം. ഇതിൽ ഗെയിം ഓപ്പൺ ആകാൻ തന്നെ ക്ലോസ് നമ്മുടെ ഹോം ഇന്റർഫേസ് ആണ്. ഇന്റർഫേസിൽ ക്ലോസിംഗ് പേസ്റ്റ് അത് ഫസ്റ്റ് തന്നെ നമുക്ക് കാണാൻ കൊടുക്കാൻ മീൻസ് പെട്ടെന്ന് ഹൈലൈറ്റ് ചെയ്ത് നിർത്തിക്കുന്ന ഈ അതേ ഇത് ഈ ഫുഡ് വേസ്റ്റ് എന്ന് പറയുമ്പോൾ ഗ്രൂപ്പായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നറേഷനിംഗ് എന്ന് പറഞ്ഞ ഒരു സിസ്റ്റം നിലവിൽ വരുമ്പോൾ നമ്മൾ അതിനൊരു തടയണ അല്ലെങ്കിൽ അത് നമ്മൾ ബ്ലോക്ക് ചെയ്യാണ്. ആ ലൂപ്പ് ബ്ലോക്ക് ചെയ്യാണ്. അതാണ് നമ്മൾ നറേഷനിംഗ് ക്ലോസിംഗ് ലൂപ്പ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ടൈറ്റിലായിട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ഫസ്റ്റ് നോക്കാൻ വരുമ്പോൾ തന്നെ നമുക്ക് ഡൊണേറ്റ് ഫുഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിന് കുറച്ച് സ്റ്റിക്കേഴ്സ് ഉണ്ട്. അതങ്ങ് വഴി പറയാം. എന്താണ് നറേഷനിങ്ങിനെ കുറിച്ച് വെബ്സൈറ്റ് തുറക്കുന്ന ആൾക്കാർക്ക് വളരെ ഡീറ്റെയിൽ അറിയാൻ വേണ്ടി ഒരു സെക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇത് വായിച്ച് നമുക്ക് മനസ്സിലാക്കാം. ഈ കാണുന്ന പ്രോട്ടോടൈപ്പ് ആർക്ക് ലഭ്യമാണ്. വീഡിയോ കാണുന്ന ആരും അവരുടെ മൊബൈലിലോ അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പിലോ പി സിയിലോ നമ്മൾ ഗൂഗിളിൽ അടിച്ചു കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ഡയറക്റ്റ് അവരുടെ മൊബൈലിലോ ഡെസ്ക്ടോപ്പിലോ ഇത് കാണാൻ സാധിക്കും. വെബ്സൈറ്റ് ഇത് നമുക്ക് വെബ്സൈറ്റ് മൊബൈലിൽ വേറെ ഡിസൈനും അതുപോലെ തന്നെ നമ്മൾ ആപ്പിൽ എടുക്കുമ്പോൾ നമുക്ക് വേറെ ഡിസൈൻ ആയിരിക്കും ഉണ്ടാവാം. ഫുഡ് ഡൊണേഷൻ പ്ലാറ്റ്ഫോമിലെ ഫുഡ് ഡൊണേഷൻ ഡൊണേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഫുഡ് നെയിം, കാറ്റഗറി, ക്വാണ്ടിറ്റി, ലൊക്കേഷൻ, ഡിസ്ക്രിപ്ഷൻ ഡിസ്ക്രിപ്ഷൻ നമുക്ക് കൊടുക്കുന്ന ഫുഡിൽ എന്തെങ്കിലും നമുക്ക് മാർക്ക് ചെയ്താൽ സെക്ഷൻ CSR ഫണ്ട്. നമ്മൾ മെയിനായിട്ടും നമ്മുടെ ഈ സ്റ്റാർട്ടപ്പ് ഡെവലപ്പ് ചെയ്യുമ്പോൾ നമ്മൾ മെയിനായിട്ടും ആശ്രയിക്കുന്ന ഒരു ഫണ്ടിങ് മാർഗമാണ് CSR ഫണ്ട്. അതിനുള്ള ഓപ്ഷനാണ് നമ്മൾ പിന്നെ കൊടുത്തിരിക്കുന്നത്. കുറേ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് നൽകുന്നതാണ് നറേഷനിങ്ങിന്റെ രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത്. ധാരാളം ഓപ്പർച്യൂണിറ്റീസ് നമുക്കത് വളരെ ഞങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഞങ്ങളുടെ ഐഡിയ സ്റ്റേറ്റ്മെന്റ് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ധാരാളം ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് ഇതിനകത്ത് ഏകദേശം ഇത് ഡെവലപ്പ് വന്നാൽ നമ്മൾ ഓരോ ഇത്ര ഡിസ്റ്റൻസ് ഇടവിട്ട് നമുക്ക് ഹബ്സ് ഉണ്ടാവും നമുക്ക് ഡെലിവറി കൊടുക്കാനായിട്ടും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ അഗ്രികൾച്ചർ പ്ലാന്റ് നമ്മുടെ വേസ്റ്റ് ബയോഗ്യാസ് ആക്കാനും അതിൽ കിട്ടുന്ന പ്രൊഡക്റ്റായ മാനുവർ കർഷകർക്ക് എത്തിച്ചു കൊടുക്കാനും അതിൻ്റെ ഒരു വലിയ പ്ലാന്റ് ഉണ്ടാവും. അതെല്ലാം അവിടെ എല്ലാം ചില ജോലികൾക്ക് സ്പെസിഫിക് ജോലികൾക്ക് മാത്രം നമുക്ക് എഡ്യൂക്കേറ്റഡ് ആൾക്കാർ വേണം. ബാക്കിയുള്ളതെല്ലാം സ്കിൽസ് ഉള്ള ആൾക്കാർ. ഇപ്പോൾ ഡ്രൈവിങ്ങിനായാലും ബാക്കി എന്ത് കാര്യങ്ങൾക്കും അവിടെ ധാരാളം ജോബ് ഓപ്പർച്യൂണിറ്റീസ് വരും. നമുക്കൊരു കമ്മ്യൂണിറ്റി കിച്ചൺ ഉണ്ട്. കമ്മ്യൂണിറ്റി കിച്ചൺ പറയുമ്പോൾ എപ്പോഴും ഫുഡ് കിട്ടിയെന്ന് വരില്ല. ആ ഫുഡ് കിട്ടുന്ന സമയത്താണ് നമ്മൾ കമ്മ്യൂണിറ്റി കിച്ചൺസിൽ നമ്മൾ ആശ്രയിക്കുന്നത്. ഈ കമ്മ്യൂണിറ്റി കിച്ചൺസിൽ നമ്മൾ മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തത് നമ്മുടെ വീട്ടമ്മമാരാണ്. ഹൗസ് വൈഫ്സിനാണ് നമ്മൾ മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. നമുക്ക് അവർക്ക് ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി നമുക്ക് ഇതുവരെ നൽകാൻ സാധിക്കും. അവർക്ക് എഡ്യൂക്കേറ്റഡ് ആവണമെന്നില്ല. ഇപ്പം നമ്മുടെ വെബ്സൈറ്റിൽ നമുക്ക് ഡെലിവറി പാർട്ണർ നമ്മളിപ്പോൾ അപ്ലൈ ചെയ്യാൻ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ആ ഡെലിവറി പാർട്ണർ ആപ്ലിക്കേഷൻ ഫോം നമുക്ക് കിട്ടും. ഇത് ഫില്ല് ചെയ്ത് ഫോൺ നമ്പർ നമ്മൾ ചോദിക്കുന്ന ഡീറ്റെയിൽസ് എല്ലാം ഫില്ല് ചെയ്ത് ID പ്രൂഫ് ഡോക്യുമെന്റ് എല്ലാം സബ്മിറ്റ് ചെയ്ത് കിട്ടി കഴിയുമ്പോൾ നമ്മുടെ ഡാറ്റാബേസിലേക്ക് ഇത് വരും. നമ്മൾ ക്ലോസ് ചെക്ക് ചെയ്തിട്ട് നമ്മൾ വിത്തിൻ 24 ഹവേഴ്സിനുള്ളിൽ നമ്മൾ അവരെ തിരിച്ച് കോൺടാക്ട് ചെയ്യും. അതേപോലെ നമ്മുടെ മെയിൻ പേജിൽ ആ മുകളിൽ 3 കുത്ത് കാണാം. ആ 3 കുത്തിൽ ഹോം ഡൊണേഷൻ, അവർ പ്രൊഡക്റ്റ് റിസീവ്, CSR, കമ്മ്യൂണിറ്റി വിത്ത് നറേഷൻ. നമുക്ക് ഇപ്പോൾ ഒരാൾ രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ലോഗിൻ പേജ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വേറെ പേജിലേക്ക് വരും. അവിടെ ചെന്നിട്ട് നമ്മളിപ്പോൾ ഇത് നേരത്തെ രജിസ്റ്റർ ചെയ്ത് വെച്ചിട്ട് അതുകൊണ്ട് വെൽക്കം നറേഷൻ ഹൈക്വിഷൻ. ഇതിൻ്റെ നമ്മുടെ ഹൈക്വിഷൻ്റെ സ്മാർട്ട് ഫോണാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ ഹൈക്വിഷൻ്റെ തന്നെ ജിമെയിലോടെ എൻ്റർ ചെയ്തിരുന്നത്. അതുകൊണ്ടാണ് വെൽക്കം ടു നറേഷൻ ഹൈക്വിഷൻ. ഇവിടെ ആരാണ് എൻ്റർ ചെയ്തത് അയാൾ യൂസർ നെയിം വരിക.
പിന്നെ ഡൊണേറ്റ് ഫുഡ്, ഫുഡ് ഡൊണേറ്റ് ചെയ്തു. അതുപോലെ തന്നെ റീസെന്റ് ഡൊണേഷൻ ഇയർ ബൈ, അതുപോലെ ഇത് കാട്ടും. ഇതൊരിക്കലും സെല് ചെയ്യാൻ വയ്യ, അവൈലബിൾ ആയിട്ടുള്ളത് മാത്രമേ കാട്ടുള്ളൂ, ഒരിക്കലും ബൈ ചെയ്യാൻ വയ്യ ഇത്. അതുപോലെ തന്നെ അവർ ഇമ്പാക്ട്, ഇത് എൻട്രി ചെയ്ത ആൾക്കാർ ഇമ്പാക്ട് മീൻസ് 0 അല്ല 0%. ഈ ഇമ്പാക്ട് സ്കോർ എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്ത്യൻ ഗവൺമെന്റ് നിയമമുണ്ട്, ഒരു GST നിയമമുണ്ട്. നമ്മളിപ്പോൾ ഇമ്പാക്ട് സ്കോർ യൂസ് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ എന്തോരം മറ്റുള്ള സ്റ്റാർട്ടപ്പ് ഇങ്ങനെയുള്ള സ്റ്റാർട്ടപ്പ് കമ്പനിയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നോ അത്ര നമുക്ക് ഇമ്പാക്ട് സ്കോർ കൊണ്ട് നമുക്ക് അവരുടെ GSTയുടെ അളവ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഒരു കമ്പനിക്ക് ഒരു മാസം 30% GST നമുക്ക് ഗവൺമെന്റിലേക്ക് അടക്കാം. നമ്മൾ ഇമ്പാക്ട് സ്കോർ നോക്കിയിട്ട് നമ്മൾ അത്ര ഡിസ്കൗണ്ട് അവർക്ക് GST കൊടുക്കാൻ സാധിക്കും. നമ്മളിത് ഗവൺമെന്റ് വഴി ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ നമുക്ക് ഒരിക്കലും പൈസ കൊടുത്ത് അവരുടെ ഫുഡ് വാങ്ങാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനത്തെ മാർഗങ്ങളോട് അവർക്ക് എമൗണ്ട് കിട്ടുന്ന, അവർക്ക് പ്രതിഫലം കിട്ടുന്ന രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഇതാണ് ഹോം പേജ്. അതിനുള്ള ഓപ്ഷൻ ഡൊണേറ്റ് ഓപ്ഷൻ, ഇത് നമുക്ക് പേഴ്സണൽ ഇന്റർഫേസുള്ള ഓപ്ഷനാണ് ഡൊണേറ്റ് ഓപ്ഷൻ. ഇവിടെ നേരത്തെ പറഞ്ഞ ഡൊണേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെയാണ് ഷോപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ മെയിൻ യൂസ് ചെയ്ത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ മാനുവർ ഉണ്ടാക്കുന്നത് നമ്മുടെ അഗ്രികൾച്ചർ പാറ്റിന്. ഈ മാനുവർ ലോ പ്രൈസിൽ നമ്മൾ ഫാർമേഴ്സ് കൊടുക്കും. ഫാർമേഴ്സ് കൊടുത്ത് കഴിയുമ്പോൾ അവരുടെ കൾട്ടിവേഷൻ സമയത്ത് മാനുവറിൻ്റെ വളരെയധികം എമൗണ്ട് കൂടിയ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചു പോകുന്നത്. പിന്നെ ഫ്രഷ് വെജിറ്റബിൾസ് തരം വളരെയധികം പാടാണ്. നമ്മൾ ഈ മാനുവർ കൊടുത്ത് കഴിയുമ്പോൾ അവരത് വെച്ച് കൾട്ടിവേറ്റ് ചെയ്ത് അവർക്ക് നമുക്ക് വിഹിതം വെജിറ്റബിൾസ് നമ്മുടെ കമ്മ്യൂണിറ്റി കിച്ചണിലേക്ക് എടുക്കും. അതുപോലെ തന്നെ ആ വെജിറ്റബിൾസ് നമ്മുടെ ഡയറക്റ്റ് ഫ്രഷ് വെജിറ്റബിൾസ് 100% ഒക്കെ ഫ്രഷ് വെജിറ്റബിൾസ് നമ്മുടെ സൈറ്റ് വഴി നമ്മൾ സെല് ചെയ്യും. നമുക്ക് ഇതുവഴി നമ്മുടെ എക്കോഷോപ്പിൽ കൂടെ നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് നമ്മളിപ്പോൾ ഇമേജസ് കൊടുത്തുകൊണ്ട് നമ്മൾ ഡെമോ വെബ്സൈറ്റ് അതിനെ കൊടുത്തിട്ട് ഇമേജസാണ് റിയൽ ആയിട്ടുള്ള ഓർഗാനിക് ബനാന അങ്ങനത്തുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഡയറക്റ്റ് നമുക്ക് റിസീവേഴ്സിൽ നമുക്ക് ഇത് വാങ്ങാൻ സാധിക്കും. ഫാർമേഴ്സ് ചെയ്യാനും അവർക്ക് ഫാർമേഴ്സിൻ്റെ അളവ് അവരുടെ എണ്ണം വളരെയധികം കൂട്ടാൻ സാധിക്കും. ഇനി പല കാലങ്ങളിൽ ഫാർമേഴ്സില്ലെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ടുള്ള സമയത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകും. അതുപോലെ തന്നെയാണ് കോൺടാക്ട് ഓപ്ഷൻ. ഇതിലെ ഫുൾ നെയിം, ഇമെയിൽ, സബ്ജക്റ്റ് എന്താണ് നമ്മളോട് പറയാനുള്ളത് ടൈപ്പ് ചെയ്ത് സെൻഡ് മെസ്സേജ് ചെയ്യുമ്പോൾ വിത്തിൻ 48 hours നമ്മൾ ടീമിലേക്ക് GB റിപ്ലൈ കൊടുക്കുന്നതായിരിക്കും. അതുപോലെ പിന്നെ പ്രൊഫൈൽ നേരത്തെ പോലെ ഹൈപ്പിഷൻ ക്ലാസ് റൂം, അത് സ്മാർട്ട് ബോർഡാണ്. ഹൈപ്പിഷൻ ക്ലാസ് റൂമിൽ ജിമെയിലോട്ട് ഇമ്പാക്ട് സ്കോർ നോക്കിയായിരിക്കുള്ളൂ നമ്മളിതിൽ അവർക്ക് GST അളവ് കൊടുക്കുന്നത്. അത് ഡൊണേഷൻ ഓർഡേഴ്സ് മീൻസ് അവർ ഇമ്പാക്ട് സ്കോർ. ഇതാണ് ഞങ്ങളുടെ വെബ്സൈറ്റ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വെബ്സൈറ്റ് നിങ്ങളുടെ മൊബൈലിൽ കാണുന്ന ആൾക്കാർക്ക് മൊബൈലിൽ കൂടെ നോക്കാൻ സാധിക്കും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ ഈ ചെറിയ പ്രോട്ടോടൈപ്പ് ഞങ്ങൾ നിർത്തുന്നു. നന്ദി.